وعلى آله وأصحابه ومن تمسك بهديهم واقتفى. أما بعد، فقد قال الله تعالى في القرآن الكريم: يا أيها الذين آمنوا اتقوا الله وكونوا مع الصادقين. ബഹുമാന്യരായ അധ്യക്ഷരവർകൾ, തങ്ങളവർകളെ, ബഹുമാന്യരായ ചെറുശ്ശേരി ഉസ്താദ് അവർകളെ, ബഹുമാനമുള്ള തങ്ങൾ ഉസ്താദ്, ബാപ്പു ഉസ്താദ്, ബഹുമാന്യരായ ഇ കെ ഉസ്താദ്, ചേരക്കാട് ഉസ്താദ്, അതുപോലെ ദാറുസ്സലാമിന്റെ വന്യരായ ഉസ്താദുമാര്, ഇവിടെ വെച്ച് ദാരിമി ബിരുദം വാങ്ങിയ പണ്ഡിതന്മാര്, ബഹുമാന്യരായ സാദാത്തുക്കൾ, സദസ്യര്, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ്, മഹാന്മാരായ പണ്ഡിതന്മാരുടെയും സാദാത്തുക്കളുടെയും സന്നിധിയിൽ വെച്ച് ജാമിഅ ദാറുസ്സലാമിന്റെ 4 വിഭാഗം ബിരുദത്തിനർഹരായ പണ്ഡിതന്മാർക്ക് 4 വിഭാഗം സനദുകൾ വിതരണം ചെയ്യുകയുണ്ട്. المولوي هيثمي الداري، المولوي فاضل الداعي الداري، المولوي الفاضل الداري، المولوي الحاجي الداري എന്ന പേരിൽ 4 ബിരുദം കൊടുക്കുകയാണ്. ഇവിടെ ഇത് എല്ലാറ്റിനും ഉപരി ഒരു സർട്ടിഫിക്കറ്റോ ഷഹാദത്തോ അല്ല, ഒരു സനദാണ് ഇവിടെ വെച്ച് നൽകപ്പെടുന്നത്. ഇത് നാം പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടതുണ്ട്. സാധാരണ ഏതെങ്കിലും ഒരു കലാലയങ്ങളിൽ നിന്ന് പാസ്സായവർക്ക് ഒരു യോഗ്യത സാക്ഷ്യപത്രം എന്ന നിലയിൽ നൽകപ്പെടുന്ന ഒന്നാണ് സർട്ടിഫിക്കറ്റ്, അല്ലെങ്കിൽ അറബിയിൽ ഷഹാദത്ത്. നിങ്ങളുടെ കൈവശത്തിലുള്ളത്, നിങ്ങൾക്ക് നൽകപ്പെട്ടത് ഇപ്പോൾ വെറും ഒരു സർട്ടിഫിക്കറ്റ് എന്നത് പദവി മാത്രമല്ല. ഇവിടെ ഷഹാദത്ത് എന്ന് എഴുതിയിട്ടുണ്ടെങ്കിലും ഷഹാദത്ത് എന്ന പദവിയേക്കാൾ ഉയർന്ന ഒരു പദവി സനദിനുണ്ട്. ഇവിടെ വെച്ച് നൽകപ്പെട്ടത് ഷഹാദത്തല്ല, സനദാണ് എന്ന് പ്രത്യേകമായി നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. സനദും ഷഹാദത്തും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. ദുനിയാവും ആഖിറവും തമ്മിലുള്ള വ്യത്യാസമാണ് സർട്ടിഫിക്കറ്റും സനദും തമ്മിലുള്ള വ്യത്യാസം. സർട്ടിഫിക്കറ്റ്, അതിന്റെ ലക്ഷ്യം ഈ ലോകത്ത്, ഈ ഐഹിക ലോകത്ത്, ദുനിയാവിൽ ഏതെങ്കിലും ഉദ്യോഗം നേടിയെടുക്കുവാനോ നല്ല തൊഴിൽ നൽകുവാനോ അതേപോലുള്ള ദുന്യവിയായ ആവശ്യങ്ങൾക്ക് മാത്രമാണ് സർട്ടിഫിക്കറ്റ്, ഷഹാദത്ത് നൽകപ്പെടുന്നത്. താലിക മത്താഉൽ ഹയാത്തി ദുനിയ എന്ന് പറഞ്ഞതുപോലെ എല്ലാം ദുന്യവിയായ ഈ ഐഹിക ജീവിതത്തിന്റെ സുഖങ്ങളും അതിന്റെ വിഭവങ്ങളും എന്ന കൂട്ടത്തിലെ ഷഹാദത്തിന് എണ്ണപ്പെടാം, സർട്ടിഫിക്കറ്റിന് എണ്ണപ്പെടാം. എന്നാൽ ഒരു ഭൗതിക ഷഹാദത്ത് ലഭിച്ച, ഭൗതിക സർട്ടിഫിക്കറ്റ്, ഡിപ്ലോമ ലഭിച്ചതായ ഒരാൾക്ക്, ഞാൻ ചുരുക്കി പറയാണ്, ചുരുങ്ങിയ വാക്കുകളിൽ ഈ കാര്യം നാം ശ്രദ്ധിക്കേണ്ടതുണ്ട്, അതിനു വേണ്ടി പറയുകയാണ്. ഒരു ഡിപ്ലോമ അല്ലെങ്കിൽ സർട്ടിഫിക്കറ്റ് ലഭിച്ച ഭൗതിക കലാലയങ്ങളിൽ നിന്ന്
ഒരു ഉയർന്ന ബിരുദമെടുത്ത ഒരാളുടെ ബിരുദം ഏതുവരെ പോകും നാം ഒന്ന് ചിന്തിക്കും. ആ ബിരുദം ഒരു മനുഷ്യന് ഈ ലോകത്ത് അവൻ ജീവിക്കുന്ന കാലത്തെല്ലാം അതുകൊണ്ട് ഉപയോഗപ്പെടും എന്ന് പറയും. എന്നാൽ ഈ ലോകത്തിനപ്പുറമുള്ള ഒരു ജീവിതം നമുക്കുണ്ട് എന്ന് വിശ്വസിക്കുന്നവരാണല്ലോ മുസ്ലിം സമൂഹം മുഴുവൻ. ഈ ലോകത്തിനപ്പുറം ഒരു ജീവിതമുണ്ട്. വബിൽആഖിറത്തി ഹും യൂഖിനൂൻ. പരലോകത്ത് ഉണ്ടെന്ന് ഉറപ്പിക്കുന്ന ആളുകൾ അവരാണ് യഥാർത്ഥ സത്യവിശ്വാസികൾ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. അപ്പോൾ നമുക്കെല്ലാം ഈ ലോകവും വിട്ട് പോകേണ്ടതുണ്ട് എന്നുള്ള ഉറച്ച വിശ്വാസം നമുക്കുണ്ടാവും. അക്സിറൂ ദിക്റ ഹാദിമിൽ ലദ്ദാത്ത്. എല്ലാ സുഖങ്ങളും രസങ്ങളും ആനന്ദങ്ങളുമെല്ലാം പെട്ടെന്ന് മുറിച്ചു കളയുന്നതായ, എല്ലാം നശിപ്പിച്ചു കളയുന്ന ആ മരണത്തെ നിങ്ങൾ കൂടുതൽ ഓർക്കണമെന്നാണ് അല്ലാഹു തആല പറഞ്ഞത്. മരണത്തെ ഓർക്കണമെന്നല്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. മരണത്തെ നിങ്ങൾ കൂടുതൽ ഓർക്കണം. എന്തിനു വേണ്ടി? ഫഇന്നഹു ലാ യുദ്കറു ഫീ കസീരിൻ ഇല്ലാ ഖല്ലല വലാ ഖലീലിൻ ഇല്ലാ കസറ. ധാരാളം മോഹങ്ങളും അത്യാഗ്രഹങ്ങളുമെല്ലാം ആഗ്രഹങ്ങളുടെ മനക്കോട്ട കെട്ടിപ്പടുത്തതായ ഒരു മനുഷ്യൻ, എനിക്ക് ഈ ലോകവുമായി വേർപിരിഞ്ഞ് പോകണമല്ലോ, എനിക്ക് മരിക്കണമല്ലോ എന്നുള്ള ചിന്ത നമുക്കുണ്ടാവുകയാണെങ്കിൽ പെട്ടെന്നത് കുറയും. അതാണ് ഫഇന്നഹു ലാ യുദ്കറു ഫീ കസീരിൻ ഇല്ലാ ഖല്ലല. ധാരാളം മോഹങ്ങളുടെ മുമ്പിൽ ഓർക്കുകയാണെങ്കിൽ അതിനെ കുറക്കും. അതിന്റെ പേരിൽ നിങ്ങൾ കൂടുതൽ മരണത്തെ ഓർക്കണമെന്ന് സൂറത്ത് പറഞ്ഞു. അതേപോലെ വലാ ഖലീലിൻ ഇല്ലാ കസറ. കുറഞ്ഞ ഇബാദത്തുകൾക്ക് മുമ്പിൽ എനിക്ക് മരിക്കണമല്ലോ എന്ന ചിന്ത വരികയാണെങ്കിൽ അതിൽ കൂടുതൽ പിന്നെയും പിന്നെയും ഇബാദത്ത് ചെയ്തുകൊണ്ടിരിക്കും. അതിന്റെ പേരിൽ നിങ്ങൾ മരണത്തെ ഓർത്താൽ മാത്രം പോരാ, കൂടുതൽ ഓർക്കണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയുണ്ടായി. ഇത് പറഞ്ഞത് നമുക്കെല്ലാം ഈ ലോകവുമായി വേർപിരിയേണ്ടവരാണ്, ഈ ലോകത്തോട് വിട പറയേണ്ടവരാണ്. അപ്പൊ അതോടൊപ്പം മരിച്ചു കഴിഞ്ഞാൽ പിന്നീട് അവിടെ നിന്ന് പരലോകമായി. അതിൽ വെച്ച് പരലോകത്തിന്റെ ആദ്യത്തെ താവളം അൽ ഖബറു അവ്വലു മൻസിലിൻ മിൻ മനാസിലില്ലാഹ്. പരലോകത്തിന്റെ താവളങ്ങളിൽ വെച്ച് ആദ്യത്തെ താവളം ഖബറാണ്. അവിടെ വെച്ച് നമ്മുടെ ഒരു ഭൗതിക ബിരുദം നേടിയ ഒരാൾ എന്നെ ഖബറിൽ ശിക്ഷിക്കരുത്, എനിക്ക് വലിയ ബിരുദമുള്ള ആളാണ്, ഭൗതിക ബിരുദമുള്ള ആളായതിന്റെ പേരിൽ എന്നെ ശിക്ഷിക്കരുത് എന്ന് പറഞ്ഞാൽ അള്ളാന്റെ മലക്കുകൾ സ്വീകരിക്കുകയില്ല, അല്ലാഹു തആല സ്വീകരിക്കുകയില്ല. അങ്ങോട്ട് പോയി മഹ്ശറിൽ ചെല്ലുന്ന അവസരത്തിലും ഞാൻ വലിയ ബിരുദധാരിയാണ്, ഞാൻ ഡോക്ടറാണ്, എഞ്ചിനീയറാണ്, അല്ലെങ്കിൽ ഉയർന്ന ബിരുദം നേടിയ ആളാണ്, എന്നെ രക്ഷിക്കണമെന്ന് പറഞ്ഞാൽ അല്ലാഹു തആല സ്വീകരിക്കുകയില്ല. അവിടെ നിന്ന് അങ്ങോട്ട് പോയി ഹിസാബിൽ ചെന്ന് അല്ലാഹു തആലാന്റെ മുമ്പിൽ നിന്ന് ഓരോരുത്തരുടെയും പാദം അങ്ങോട്ട് നീങ്ങണമെങ്കിൽ 4 കാര്യത്തിന് മറുപടി പറയാതെ ഒരാളുടെയും പാദം നീങ്ങുകയില്ല എന്ന് പറഞ്ഞിടത്ത് 4 കാര്യങ്ങളിൽ ഒരു കാര്യമാണ് നീ എന്ത് പഠിച്ചു, നീ എന്ത് പ്രവർത്തിച്ചു എന്നുള്ളത്. ആ ചോദ്യത്തിന്റെ നേരത്ത് ഞാൻ വലിയ ബിരുദധാരിയായിരുന്നു എന്ന് പറഞ്ഞാൽ അല്ലാഹു തആല സ്വീകരിക്കുകയില്ല. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ സർട്ടിഫിക്കറ്റ്, ഷഹാദത്ത് അത് ദുനിയാവിലേക്ക്, ഈ ലോകത്തിലേക്ക് മാത്രമുള്ള. എന്നാൽ സനദിന്റെ കാര്യം അങ്ങനെയല്ല. സനദ് എന്ന് പറയുന്നത് ഇന്ന് ഇവിടെ വെച്ച് നിങ്ങൾക്ക് ഞങ്ങൾ ഉസ്താദുമാരെല്ലാം സനദ് നൽകുന്ന ആള് ആര്? സാധാരണ സനദിലുള്ള എഴുതിയതായ 1-2 വാക്കുകൾ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നത് അജസ്നാഹുലിക്കദിരീസി വൽ മുത്താല, മറ്റൊന്നിൽ അജസ്നാഹുലി ദഅവത്തി വൽ ഇർശാദ്. ഞങ്ങൾ നിങ്ങൾക്ക് ദർസ് നടത്തുവാനും
കിതാബ് മുതാല ചെയ്യുവാനും അതേപോലുള്ള കാര്യത്തിനെല്ലാം ഞങ്ങൾ അനുവാദം നൽകി. ആരാണ് ഈ നൽകുന്നത്, അനുവാദം നൽകുന്നത്? ഞങ്ങൾ. ആരാണ് ഞങ്ങൾ? നിങ്ങളുടെ സനദിലെല്ലാം സനദിന്റെ പിന്നിൽ ഉൾപ്പെട്ടതായ ഉസ്താദുമാരാണ് നിങ്ങൾക്ക് സനദ് നൽകുന്നത്. അപ്പൊ ഞങ്ങൾ ഉസ്താദുമാര് നിങ്ങൾക്ക് അനുവാദം തന്നു. എന്തിന്? നിങ്ങൾ ദർസ് നടത്തുവാൻ, നിങ്ങൾ കിതാബ് മുതാല ചെയ്യുവാൻ, നിങ്ങൾ ദഅവത്ത് ഇർശാദ് നടത്തുവാൻ ഞങ്ങൾ അനുവാദം തന്നു എന്ന് പറഞ്ഞ ഞങ്ങൾ നിങ്ങളുടെ സനദിന്റെ താഴെ ഒപ്പിട്ട ഉസ്താദുമാര് മുഴുവൻ. ആ ഉസ്താദുമാര് കമാ അജാസനാ മശായിഖുനൽ കിറാം, നമ്മുടെ വന്യരായ, ഞങ്ങളുടെ വന്യരായ ശൈഖുമാര് ഞങ്ങൾക്ക് അനുവാദം തന്നതുപോലെ നിങ്ങൾക്കും തന്നു. അപ്പോൾ ഇവിടെ വെച്ച് ഒരു വലിയ കാര്യമാണ് സൂചിപ്പിക്കുന്നത്. ഈ സനദിൽ നിങ്ങൾക്ക് 5 or 8 ഉസ്താദുമാർ ഒപ്പിട്ട ഒരു സനദ് നിങ്ങൾക്ക് തന്നു. ഈ ഉസ്താദുമാരെല്ലാം ഒരു വലിയ കാര്യം ഇതേപോലുള്ള സദസ്സിൽ വെച്ച് ഓരോ സ്ഥാപനങ്ങളിൽ വെച്ച് അവരുടെ മശായിഖുമാരും ഉസ്താദുമാരും സനദ് നൽകിയിട്ടുണ്ട്. ബാഖിയാത്തു സാലിഹാത്തിൽ നിന്ന് സനദ് നൽകിയതായ ഉസ്താദുമാരുണ്ട്. ദാറുൽ ദേവബന്ദിൽ നിന്ന് സനദ് വാങ്ങിയ ഉസ്താദുമാരുണ്ട്. ജാമിയ നൂരിയയിൽ നിന്ന് സനദ് വാങ്ങിയ ഉസ്താദുമാരുണ്ട്. അതേപോലെ നമ്മുടെ ജാമിയത്ത് ദാരുസ്സലാമിൽ നിന്ന് തന്നെ സനദ് വാങ്ങിയ ഉസ്താദുമാരുണ്ട്. ഈ ഉസ്താദുമാർക്കെല്ലാം അവരുടെ ഉസ്താദുമാര് സനദ് നൽകി. നിങ്ങൾക്കെല്ലാം ഞങ്ങൾ നിങ്ങൾക്ക് സനദ് നൽകുന്നു. ഞങ്ങൾക്ക് ഞങ്ങളുടെ ഉസ്താദുമാര് ഈ വ്യത്യസ്ത സ്ഥാപനങ്ങളിൽ നിന്ന് സനദ് നൽകിയത്. അൻമശായിഖിഹിം അതിൽ കാണാം. അവർക്ക് അവരുടെ ഉസ്താദുമാര്, പിന്നീട് അവർക്ക് അവരുടെ ഉസ്താദുമാര്, അങ്ങനെ പോയി ഇവിടെ നിന്ന് സനദ് വാങ്ങിയ ആള് അവസാനം വലിയ വലിയ മഹാന്മാരായ പണ്ഡിതന്മാരുടെ പരമ്പരകളിലൂടെ ഇലാ ഹദ്റത്തി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂലിന്റെ സന്നിധിയിലേക്ക്. ഇതാണ് സനദ്. അപ്പൊ ഈ ബന്ധം ഇപ്പോൾ നിങ്ങളുടെ കൈവശത്തിലുള്ള സനദ്, ആ സനദ് നിങ്ങളും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും മഹാന്മാരായ പുണ്യാത്മാക്കളായ പണ്ഡിതന്മാരും തമ്മിലുള്ള ഒരു ബന്ധമാണ്. ഈ ബന്ധം നിങ്ങൾ എപ്പോഴും നിലനിർത്തണം. ഈ ഉസ്താദുമാർക്ക് വേണ്ടിയും മശായിഖുമാർക്ക് വേണ്ടിയും നിങ്ങൾ എപ്പോഴും ദുആ ചെയ്തുകൊണ്ടിരിക്കണം, പ്രധാനമാണ്. അപ്പൊ ഈ സനദ് നേരത്തെ പറഞ്ഞതുപോലെ ഖബറിൽ നിങ്ങൾക്ക് ഉപയോഗപ്പെടും, മഹ്ശറിൽ ഉപയോഗപ്പെടും, അല്ലാഹുവിന്റെ മുമ്പിൽ ചെല്ലുമ്പോൾ ഉപയോഗപ്പെടുമെന്ന് പറഞ്ഞാൽ ഈ സനദ് കൊണ്ടുപോവുക എന്ന അർത്ഥമല്ല. ആ സനദ് കറയുന്ന ഒരു പേപ്പറാണ്, അതൊന്നും ചെയ്യില്ല. പക്ഷേ ആ സനദ് അനുസരിച്ച് നിങ്ങൾ പ്രവർത്തിക്കുകയാണ്. നിങ്ങളോട് സനദ് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാം 2 വസിയ്യത്താണ് ഞങ്ങൾ ചെയ്തിരിക്കുന്നത്. 2 ഉപദേശങ്ങൾ, നിർദ്ദേശങ്ങൾ. നിങ്ങൾ പ്രവർത്തിക്കുകയാണെങ്കിൽ ഇൻഷാ അല്ലാഹ് നിങ്ങൾ ഖബറിൽ ചെല്ലുകയാണെങ്കിൽ അത് നിങ്ങൾക്ക് പ്രയോജനപ്പെടും, മഹ്ശറിൽ പ്രയോജനപ്പെടും, ഖിയാമത്ത് ദിവസത്തിൽ പ്രയോജനപ്പെടും, അല്ലാഹുവിന്റെ മുമ്പിൽ പ്രയോജനപ്പെടും. ആ പ്രയോജനപ്പെടുത്തുന്നവരുടെ കൂട്ടത്തിൽ അല്ലാഹു നമ്മെ പെടുത്തരുമാറാവട്ടെ. ഇവിടെ 2 നിബന്ധനയിൽപ്പെട്ട ഒരു നിബന്ധനയാണ് ഈ നിബന്ധന. നിങ്ങൾ ഓരോരുത്തരോടും വസിയ്യത്ത് ചെയ്യും. ഞങ്ങൾ എന്ന് പറഞ്ഞ നേരത്തെ പറഞ്ഞല്ല, ആ സനദിൽ ഒപ്പിട്ട ഞങ്ങൾ ഉസ്താദുമാരെല്ലാം ഞങ്ങളോട് ഞങ്ങളുടെ ഉസ്താദുമാരും മശായിഖുമാരും വസിയ്യത്ത് ചെയ്ത വസിയ്യത്ത് തന്നെയാണ് നിങ്ങളോടും പറയാനുള്ളത്. ഞങ്ങൾ നിങ്ങളോ വസിയ്യത്ത് ചെയ്യുന്നു എന്ന് നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണം. ഈ തഖ്വ, അല്ലാഹുവിനെ സൂക്ഷിച്ച് അല്ലാഹുവിന്റെ തഖ്വ ചെയ്യണം. തഖ്വ എന്ന് പറയുന്നത് ആളുകളുടെ മുമ്പിൽ വെച്ച് മാത്രം പോരാ, ആരും കാണാത്ത അവസരത്തിൽ അല്ലാഹു മാത്രമേ എന്നെ കാണുന്നുള്ളൂ. ഈ ഒരവസരത്തിൽ, ദുനിയാവിൽ ആരും കാണാത്ത അവസരത്തിൽ, എന്നാരും കാണുന്നില്ലല്ലോ, ഇപ്പൊ ഒരു തെറ്റ് ചെയ്യാം, ഈ അവസ്ഥയുണ്ടാവരുത്. രഹസ്യമായ, ആരും കാണാത്ത അവസരത്തിലും
അല്ലാഹു തആല എന്നെ കാണുന്നുണ്ടല്ലോ എന്നുള്ള ഒരു വിചാരം നിങ്ങളിലുണ്ടാകും. റജുലുൻ ദഅതുഹു ദാതു മൻസിബിൻ വജമാൽ ഫഖാല ഇന്നി അഖാഫുല്ലാഹ്. ഉയർന്ന ഗോത്രത്തിൽപ്പെട്ട സുന്ദരിയായ ഒരു സ്ത്രീ ഒരാളെ വ്യഭിചാരത്തിലേക്ക് ക്ഷണിക്കുന്നു. അവിടെ ആരും കാണാനില്ല, നോക്കാനില്ല. അവളുമായി വ്യഭിചാര ബന്ധത്തിൽ ഏർപ്പെടുകയാണെങ്കിൽ ഒരു മനുഷ്യനും കാണാനില്ല. അപ്പൊ ഇന്ന് അത് ചെയ്യുക എന്നല്ല, ആ അവസരത്തിൽ ആരും എന്നെ നോക്കാനില്ലെങ്കിലും കാണാനില്ലെങ്കിലും ഇന്നീ അഖാഫുല്ലാഹ്, ഞാൻ അല്ലാഹുവിനെ ഭയപ്പെടുന്നു എന്നുള്ള ചിന്തയിലൂടെ പിന്മാറുന്ന കൂട്ടത്തിൽ നിങ്ങൾ പറഞ്ഞു. രഹസ്യത്തിലും പരസ്യത്തിലും നിങ്ങൾ അല്ലാഹുവിനെ തഖ്വ ചെയ്യും. ഇതാണ് നിങ്ങളോട് ചെയ്യുന്ന വസിയ്യത്ത്. തഖ്വ എന്ന് പറഞ്ഞാൽ ചുരുക്കം വാക്കുകളിൽ എനിക്ക് ഓർമ്മ വരികയാണ് മഹാനായ ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹുവിനോട് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ചോദിച്ചു, തഖ്വ എന്നാൽ എന്താണ്? തഖ്വ എന്താണെന്ന് ചോദിച്ചപ്പോൾ മഹാനായ ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു ഉമർ ബിൻ ഖത്താബിനോട് ചോദിച്ചു, താങ്കൾ വളരെ മുള്ളുകളുള്ള സ്ഥലത്തിലൂടെ സഞ്ചരിച്ചോ എന്ന് ചോദിച്ചു. അതെ. അപ്പോൾ താങ്കൾ എന്താണ് ചെയ്യുന്നത്? ഞാൻ എൻ്റെ തുണിയെല്ലാം ഉയർത്തിപ്പിടിച്ച് വളരെ ശ്രമത്തോടുകൂടെ മുള്ളി എൻ്റെ തുണിയിൽ പെടാത്ത രൂപത്തിൽ നോക്കിക്കൊണ്ട് ഞാൻ സഞ്ചരിക്കും. ഇതേ അവസ്ഥയാണ് നമുക്ക് വേണ്ടത്. നമുക്ക് ഈ ദുനിയാവിൽ വെച്ച് കാണാനുള്ളത് ഇക്കാലത്ത് പ്രത്യേകിച്ചും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായത്, സയഅതി അലന്നാസി സമാനുൻ അൽ ഖാബിദു ഫീഹിം അലാ ദീനിഹി അൽ ഖാബിദു ഫീഹിം അലാ ദീനിഹി കൽ ഖാബിദി അലൽ ജം. മനുഷ്യർക്ക് ഒരു കാലം വരാനുണ്ട്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്തില്ല. ഒരാൾ അവന്റെ ദീനിനെ മുറുകെ പിടിച്ച് ജീവിക്കുക എന്നുള്ളത് എത്രത്തോളം പ്രയാസകരം പറഞ്ഞാൽ ഒരു തീക്കണൽ കയ്യിൽ പിടിക്കുന്നത് പോലെ അത്ര പ്രയാസകരമായ ഒരു കാര്യം. അതേപോലെയാണ് അങ്ങനത്തെ ഒരു കാലം വരാനുണ്ടെന്ന് റസൂലുള്ളാഹി പറഞ്ഞു. അൽ ഖാബിദു അലാ ദീനിഹി കൽ ഖാബിദി അലൽ ജം. ആ അവസ്ഥയാണ് ഇന്നുള്ളത്. എവിടെ നോക്കിയാണെങ്കിലും ഹറാം. ഹറാമിൽ നിന്ന് രക്ഷപ്പെടാൻ വളരെ ശ്രമിച്ച്, നേരത്തെ പറഞ്ഞതുപോലെ വളരെ ശ്രമിച്ച് ജീവിച്ചെങ്കിൽ മാത്രമേ ഹറാമിൽ നിന്ന് രക്ഷപ്പെടൂ. എവിടെ നോക്കുകയാണെങ്കിലും പലിശ, എവിടെ നോക്കുകയാണെങ്കിലും വഞ്ചന, എവിടെ നോക്കുകയാണെങ്കിലും നഗ്നരായ സ്ത്രീകൾ. ഒരു പത്രം വരെ എടുത്തു നോക്കുകയാണെങ്കിൽ അതുവരെ ഇതേപോലെ ദീൻ വളരെ സൂക്ഷിച്ച് ജീവിച്ചില്ലെങ്കിൽ നിസാവും കാസിയാത്തും നാരിയാത്തും മായിലാത്തും മുമീലാത്തും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതുപോലെ വസ്ത്രം ധരിച്ചിട്ടുണ്ടെങ്കിലും നഗ്നകളായ സ്ത്രീകൾ, മായിലാത്തും മുമീലാത്ത് ചാഞ്ഞു കുടുങ്ങി നടക്കുന്നവര്, മറ്റുള്ളവരെ ആകർഷിപ്പിക്കുന്നവർ, പുരുഷന്മാരെ ആകർഷിപ്പിക്കുന്നവർ, അവരൊരിക്കലും സ്വർഗത്തിന്റെ വാസന വരെ അവർക്ക് ലഭിക്കുകയില്ലെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഈ ഒരവസ്ഥയിലാണ് നാം നിലകൊള്ളുന്നത്. അപ്പൊ ഈ അവസരത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇന്ന് രക്ഷപ്പെടാനുള്ള മാർഗമായി പറഞ്ഞത്, പുരുഷന്മാരോട് പറഞ്ഞതെന്ത്? ഒകുല്ലിൽ മുഅ്മിനീന ബിസ്വാലി, സത്യവിശ്വാസികളോട് അവരുടെ ദൃഷ്ടികൾ താഴ്ത്തുവാൻ. അപ്പൊ കണ്ണുകൾ താഴ്ത്തിക്കൊണ്ട് ജീവിക്കണം, നടക്കണം, അനാവക്കരുത്, അന്യ സ്ത്രീകളിലേക്ക് നോക്കരുത്. അവരുടെ വഞ്ചനകളിൽ നിന്ന് രക്ഷപ്പെടാൻ തഖ്വയുള്ള, നേരത്തെ പറഞ്ഞ തഖ്വയുള്ള മുഅ്മിൻ നിങ്ങൾ ചെയ്യേണ്ടത് അല്ലാഹു നമ്മോട് കൽപ്പിച്ച വഖുല്ലിൽ മുഅ്മിനീന യഗുദ്ദൂ മിൻ അബ്സാരിഹിം. സ്ത്രീകളോടും അല്ലാഹു പറഞ്ഞു വഖുല്ലിൽ മുഅ്മിനാത്തി യഗുദ്ദൂന മിൻ അബ്സാരിഹിം. സത്യവിശ്വാസിനികളായ സ്ത്രീകളോട് അവരുടെ ദൃഷ്ടികൾ താഴ്ത്തുവാൻ വേണ്ടി നബി പറയണം. ഇത് മാത്രമേ മാർഗം. അപ്പൊ ഇതേപോലെ അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട്, തഖ്വ എന്ന് പറയുന്നത് മനസ്സിലുള്ളൊരു കാര്യമാണ്. മുമ്പ് പറഞ്ഞല്ല, നിങ്ങളെല്ലാം കേട്ട ചരിത്രമായിരിക്കും.
ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് ഒരാട്ടിടയൻ മേയിച്ചുകൊണ്ട് പോകുന്ന ആട്ടിടയനെ പരിശോധിക്കാൻ വേണ്ടി ഉമർ റളിയല്ലാഹു അൻഹു ചോദിച്ചല്ല, നിന്റെ ആടുകളിൽ നിന്നൊരാടിനെ എനിക്ക് വിൽക്കുമോ? അപ്പൊ അവൻ പറഞ്ഞു, അല്ല, എനിക്ക് യജമാനനുണ്ട്, ഇതെന്റെ ആടുകളല്ല. അപ്പൊ യജമാനനോട് ചോദിക്കാതെ കണ്ട് എനിക്ക് ചെയ്യാൻ കഴിയുകയില്ല. എന്റെ യജമാനോട് പറയൂ, അതിന് ചെന്നായി വിളിച്ചു എന്നൊരാടിനെ എനിക്ക് വിളിക്കൂ എന്ന് പറഞ്ഞപ്പോൾ ആ ആട്ടിടയന്റെ ഈമാനെങ്കിലും നമുക്ക് ആട്ടിടയൻ പറഞ്ഞതെന്ത്? എന്നാൽ അള്ളാഹ് എവിടെയാണ് എന്നാണ് ചോദിച്ചത്. പാടും കാണുന്നില്ലെങ്കിൽ രാജാതിരാജനായ എല്ലാ രഹസ്യവും അറിയുന്നവനായ അല്ലാഹു തആല അറിയും എന്നുള്ള ഒരാട്ടിടയന്റെ ഈമാനെങ്കിലും നമുക്കുണ്ടാവണം. ഇതാണ് മറ്റൊന്ന് ഒത്തിബായി സുന്നത്തി സയ്യിദിൽ മുർസലീൻ, രണ്ടാമത്തെ വസിയ്യത്ത്. ഒന്നാമത്തെ വസിയ്യത്താണ് നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണം, രഹസ്യത്തിലും പരസ്യത്തിലും നിങ്ങൾക്ക് തഖ്വ വേണം. ഇത് ഞങ്ങളുടെ ഉസ്താദുമാരും മശായിഖുമാരും ഞങ്ങളോട് വസിയ്യത്ത് ചെയ്യുക, അതേ വസിയ്യത്ത് ഞങ്ങൾ നിങ്ങളോട് ചെയ്യും. മറ്റൊന്ന് വത്തിബായി സുന്നത്തി സയ്യിദിൽ മുർസലീൻ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത്. സുന്നി എന്ന് പറഞ്ഞാൽ ആരാണ് സുന്നി? സുന്നത്തിലേക്ക് ചേർത്താണ് സുന്നി എന്ന് പറയുന്നത്. റസൂലുള്ളാഹിന്റെ സുന്നത്തിനെ പിൻപറ്റുക, റസൂലുള്ളാഹിന്റെ സുന്നത്ത് അതിലേക്ക് ചേർത്താണ് സുന്നി എന്ന് പറയുന്നത്. ഇന്ന് അങ്ങനല്ല, റസൂലുള്ളാഹിന്റെ സുന്നത്ത് ഒന്നും ചെയ്തില്ലെങ്കിലും അവൻ സുന്നി തന്നെ. എത്ര വരെ ഇന്ന് നമ്മുടെ സ്ഥാപനങ്ങളിലെല്ലാം പലപ്പോഴും കാണുന്ന, നമ്മുടെ പ്രസ്ഥാനങ്ങളിലും സ്ഥാപനങ്ങളിലെല്ലാം കാണുന്ന വേദനാജനകമായ ഒരവസ്ഥ. പള്ളിയിൽ നിസ്കാരമെല്ലാം ശരിക്കും നടക്കുന്നുണ്ടായിരിക്കും, നമ്മുടെ പരിപാടി നടക്കുമ്പോൾ നിസ്കാരത്തിന് അത്ര വലിയ പ്രാധാന്യം നാം കൽപ്പിക്കാറ്. അതേ അവസരത്തിൽ മറ്റു സുന്നികളല്ലാത്ത സുന്നിയേതര പ്രസ്ഥാനങ്ങൾ നോക്കൂ, അവർ നിസ്കാരത്തിന് വേണ്ടി നിർത്തിവെക്കുന്നവരുടെ പരിപാടികൾ നിസ്കാരത്തിന് വേണ്ടി നിർത്തിവെച്ച് നാം അങ്ങനെയല്ല, നിസ്കാരത്തിന്റെ നേരത്തും പരിപാടി നടക്കുക. എന്നാ പിന്നെ നിസ്കരിക്കും കുറഞ്ഞാൽ മറ്റുള്ള ആളുകളും പോകും. ഈ ഒരവസ്ഥയാണ് നമുക്കുള്ളത്. അതേപോലെ പ്രകടനത്തിനും മറ്റുമെല്ലാം പോകുന്ന അവസരത്തിൽ നമ്മുടെ നിസ്കാരം കണക്കുകയാണ്. സംസ്ഥ കേരള ജമിയത്തുലമാ മുശാവറയിൽ ആരോ ചോദ്യം വന്നു, ഇപ്പൊ ഇവിടെ പരിപാടി ഏതോ പ്രകടനം മറ്റോ നടക്കുമ്പോൾ കുറെ ആളുകൾ നിസ്കരിക്കാതെ പോകുന്നു, അവർ നിസ്കരിക്കാതെ പ്രകടനത്തിൽ പങ്കെടുത്തു എന്ന് പറഞ്ഞപ്പോ അവിടെ ചർച്ച വന്നു, അവർ ജമ്മാക്കിയിട്ടുണ്ടാവും. അപ്പോൾ ഇതാണ് നമ്മുടെ അവസ്ഥ. അപ്പൊ എന്നാ റസൂലുള്ളാഹിന്റെ സുന്നത്ത് പിൻപറ്റുക, മുറുകെ പിടിക്കുക. മൻ തമസ്സക ബിസുന്നത്തി ഇൻദ ഫസാദി ഉമ്മത്തി ഫലഹു അജ്റു മിഅത്തി ശഹീദ്. എന്റെ സമുദായം സുന്നത്തിനെ അവഗണിച്ച് ജീവിക്കുന്ന ഒരവസരത്തിൽ ഒരാൾ എന്റെ സുന്നത്തിനെ മുറുകെ പിടിക്കുകയാണെങ്കിൽ എന്റെ സമുദായം നശിച്ച് സുന്നത്തിൽ നിന്ന് പിന്തിരിഞ്ഞു പോകുന്ന ഒരവസരത്തിൽ എന്റെ സുന്നത്തിനെ മുറുകെ പിടിച്ചവന് 100 ഷഹീദുകളുടെ കൂലിയാണെന്ന് പറഞ്ഞു. മൻ അഹബ്ബ സുന്നത്തി ഫഖദ് അഹബ്ബനി വമൻ അഹബ്ബനി കാന മഅി ഫിൽ ജന്ന. ഇന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഞങ്ങൾക്കെല്ലാം വലിയ മഹബ്ബത്താണ്. അന്ന് മഹബ്ബത്തല്ല, ആശിക്കായിരുന്നു. ആശിക്കുമല്ല, ആശിക്ക്. റസൂലുള്ളാഹിന്റെ ആശിക്കായിരുന്നു. അപ്പൊ ഇഷ്ക റസൂല്, മുമ്പ് മഹബ്ബത്തു റസൂലായിരുന്നു, ഇന്ന് ഇഷ്ക റസൂല് വാദിക്കുന്ന ആളുകളാണ്. എന്നാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിന്റെ ഒരു ഭാഗവും ഈ ആശിക്കീങ്ങളിൽ കാണുകയില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കാണാനുള്ളവനാണല്ല, മരിച്ചു എന്നതിന് ശേഷം റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഖത്തേക്ക് നോക്കണമല്ല, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ കാണാനുള്ളവരാണല്ല. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എന്റെ സുന്നത്തിനെ അവഗണിക്കപ്പെട്ട ഒരു കാലത്ത് എന്റെ സുന്നത്തിനെ പുനരുജ്ജീവിപ്പിക്കുകയാണെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അതനുസരിച്ച് പ്രവർത്തിക്കുന്ന ആരുണ്ടോ അവരുടെ എല്ലാം കൂലി, അവരെപ്പോലുള്ള ഒരു കൂലി ഒന്നും കുറയാതെ കണ്ടവർക്കുണ്ട്. അപ്പൊ സുന്നത്തിനെ അവഗണിച്ച് ജീവിക്കുന്ന അവസരത്തിൽ റസൂലുള്ളാഹിന്റെ സുന്നത്തിനെ പുനരുജ്ജീവിപ്പിക്കുന്നവരായിരിക്കണം ഇല്ല.
ഇതാണ് രണ്ടാമത്തെ വസിയ്യത്ത്. അപ്പൊ ഈ രണ്ട് വസിയ്യത്ത് അനുസരിച്ച് നിങ്ങൾ പ്രവർത്തിക്കുകയാണെങ്കിൽ ഇൻഷാ അല്ലാഹ് നാളെ ഖബറിൽ ചെല്ലുമ്പോൾ അത് നിങ്ങൾക്ക് പ്രയോജനപ്പെടും, മാസ്റ്ററിൽ പ്രയോജനപ്പെടും, അള്ളാഹുവിന്റെ മുമ്പിൽ പ്രയോജനപ്പെടും. അവിടെ കൂട്ടത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെല്ലാം പെടുത്തി തരുമാറാവട്ടെ. പിന്നീട് പ്രത്യേകമായി ദാരിമി സനത് വാങ്ങിയ അല്ലാത്ത പണ്ഡിതന്മാരോട് പറയുവാനുള്ളത്, നിങ്ങളെല്ലാം ഇപ്പൊ ഇവിടെ നമ്മുടെ സ്റ്റേജിലെല്ലാം ഇരിക്കുന്ന ആളുകൾ നോക്കുകയാണെങ്കിൽ അവിടെ താടിയെല്ലാം നരച്ചു പോകും. പന്യരായ ചെറുശ്ശേരി ഉസ്താദ് പറഞ്ഞതുപോലെ ഇവരെല്ലാം നാമെല്ലാം അസർ കഴിഞ്ഞവരാണ് ജീവിതത്തിൽ. ഇനി ഏതാനും കാലങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ. ഇനി ഭാവിയിൽ വളരുന്ന, ഇനി വരാനുള്ള തലമുറകളുടെ നിർമ്മാതാക്കൾ നിങ്ങളാണ്. ഇനി വരാനുള്ള തലമുറയെ കെട്ടിപ്പിടിക്കുന്ന നിർമ്മാതാക്കൾ നിങ്ങളാണ്. നിങ്ങളെ കണ്ടുകൊണ്ടാണ് വരാനുള്ള തലമുറ ദീൻ പഠിക്കുന്നത്. ഉസ്താദ് എങ്ങനെ ചെയ്തു അതേപോലെ, ഉസ്താദ് എങ്ങനെ നിസ്കരിച്ചു അതേപോലെ നിസ്കരിക്കുക, ഉസ്താദ് എങ്ങനെ വസ്ത്രധാരണം നടത്തുന്നു അതേപോലെ വസ്ത്രധാരണം നടത്തുക, ഉസ്താദ് എങ്ങനെ താടി വെക്കുന്നു അതേപോലെ താടി വെക്കുക. വജഅൽനാലിൽ മുത്തഖീന ഇമാമ. ഇബാദുർ റഹ്മാൻ, അള്ളാഹുവിന്റെ യഥാർത്ഥ അടിമകളുടെ പ്രാർത്ഥന അല്ലാഹു തആല പറഞ്ഞ കൂട്ടത്തിൽ ഞാൻ കൂടുതൽ പറയുന്നില്ല, ഒരു പ്രാർത്ഥനയാണ് വജഅൽനാലിൽ മുത്തഖീന ഇമാമ. ഞങ്ങളുടെ നാഥ, മുത്തഖീങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുന്നവരുടെ മാതൃകയാക്കണേ ഞങ്ങളെ എന്ന് പറഞ്ഞാൽ ഞങ്ങളെ കണ്ടുകൊണ്ട് സമുദായം തഖ്വ പഠിക്കേണ്ടത് ഞങ്ങളെ ആക്കണേ എന്ന് അള്ളാഹുവിനോട് ദുആ ചെയ്യുകയാണ്. വജഅൽനാലിൽ മുത്തഖീന ഇമാമ. അപ്പൊ നിങ്ങളുടെ വേഷം ഇനി വരാനുള്ള തലമുറ നിങ്ങളുടെ പ്രവർത്തനം കണ്ട് പഠിക്കുന്നവരാവണം. ആ രൂപത്തിൽ നാം ജീവിക്കണം. ഇതാണ് നിങ്ങളോട് പറയാനുള്ളത്. എന്ന് പറഞ്ഞാൽ വരാനുള്ള തലമുറയുടെ നിർമ്മാതാക്കൾ നിർമ്മാതാക്കൾ എന്ന് പറഞ്ഞാൽ എനിക്ക് ഓർമ്മ വരികയാണ്, ആരെ ഗൾഫിൽ പോയ ചില ആളുകൾ ആരെ പറഞ്ഞ ഒരു കഥ ഓർമ്മ പോയി. ഗൾഫിൽ പോയ ഒരാള്, പടവറിയാത്ത ആളുകൾ, ഒരു പടവുകാരൻ ഗൾഫിൽ പോയി. ഗൾഫിൽ ചെന്ന് അവൻ ഒരറബി അവനെ പഠിക്കാൻ വേണ്ടി വിളിച്ചു, ഒരു മതിലുണ്ടാക്കാൻ വേണ്ടി, മതിൽ പഠിക്കുവാൻ വേണ്ടി അവനെ വിളിച്ചു. അവൻ കല്ല് വെച്ചു. ഓരോ കല്ല് വെക്കുമ്പോഴും അറബിയുടെ മുഖത്തേക്ക് നോക്കും. അപ്പൊ ആ അറബി പറഞ്ഞു സയ്യിദ്. അപ്പൊ അവിടെ വെച്ചു. പിന്നെ അടുത്ത കല്ല് വെച്ചു. ഇങ്ങനെ ആദ്യത്തെ വരി കഴിഞ്ഞതിന്റെ ശേഷം രണ്ടാം വരി, ആദ്യത്തെ വരി തന്നെ വെച്ചത് അല്പം തെറ്റിയിട്ടാണ്. രണ്ടാമത്തെ വരി ഇനി വെക്കല് പിന്നെയും തെറ്റിയിട്ട്, പിന്നെ അതിന്റെ പേര് വെക്കൽ പിന്നെയും തെറ്റിയിട്ട്, ഇതേപോലെയാണ് പടവ്. അപ്പോ ആദ്യത്തെ കല്ല്, ആദ്യത്തെ വരി, രണ്ടാം വരി കണക്കാക്കല് ആദ്യത്തെ വരിയുടെ മേലിൽ. അപ്പൊ ആദ്യത്തെ വരി തന്നെ അല്പം തെറ്റിയാണെങ്കിൽ രണ്ടാമത്തെ വരിയുടെ കാര്യം പറയാനില്ല, അതിന്റെ ഇരട്ടി തെറ്റിയിട്ടുണ്ടായിരിക്കും. മൂന്നാം വരിയാണെങ്കിൽ അപ്പോഴേക്ക് അങ്ങോട്ട് തെറ്റിപ്പോകും. അങ്ങനെ അവസാനം ഈ നിലയ്ക്ക് പടുത്ത് 2-3 വരിയായപ്പോഴേക്ക് മതില് പോയി. അപ്പൊ അറബി വടിയെടുത്ത് അവന്റെ നേരെ ഓടി. അപ്പൊ അവൻ പറഞ്ഞ മറുപടിയാണ്, ഞാൻ എന്ത് ചെയ്യുന്നു, ഞാൻ ഓരോ കല്ല് വെക്കുമ്പോൾ നിന്നോട് പറഞ്ഞിരുന്നു, അപ്പൊ നീ സൈൻ എന്ന് പറഞ്ഞ ശേഷമാണ് ഞാൻ വെച്ചത്. ഇതേപോലെ നിങ്ങൾ അല്പം തെറ്റുകയാണെങ്കിൽ, തന്നെ പറയാറുണ്ട്, മല്ലാക്ക നിന്ന് മൂത്രിക്കുകയാണെങ്കിൽ കുട്ടികൾ നടന്ന് മൂത്രിക്കും. ഇതേപോലെ നിങ്ങൾ അല്പം തെറ്റുകയാണെങ്കിൽ അടുത്ത തലമുറ അതിനേക്കാൾ തെറ്റും, പിന്നീട് അതിന്റെ അടുത്ത തലമുറ അതിനേക്കാൾ തെറ്റും. അങ്ങനെ ദീനിൽ നിന്ന് വളരെ വ്യതിചലിച്ച് പോകുന്ന ഒരവസ്ഥയുണ്ടാകും. അപ്പൊ അതിന്റെ പേരിൽ യഥാർത്ഥ തഖ്വ, യഥാർത്ഥ സുന്നത്ത് അത് നിങ്ങൾ പഠിച്ചുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ പകർത്തണം. പിന്നെ അല്ലാഹു തആല സന്മനസ്സും തൗഫീഖും നൽകുമാറാകട്ടെ. പിന്നീട് പണ്ഡിതന്മാരെ നേരത്തെ ബഹുമാനപ്പെട്ട ചെറുശ്ശേരി ഉസ്താദ് പറഞ്ഞു, ഇശായുടെ ഉളൂ കൊണ്ട് സുബ്ഹ് നിസ്കരിക്കുക.
അത് പറഞ്ഞപ്പോൾ എനിക്ക് ഓർമ്മ വരികയാണ് മഹാനായ ഇമാം അബൂ ഹനീഫ റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ഒരു ചരിത്രം. ഇത് പണ്ഡിതന്മാർക്ക് സഹനശീലം വേണം, ക്ഷമ വേണം എന്നതിന് തെളിവായിക്കൊണ്ട് ഉള്ള ഒരു ചരിത്രം എനിക്ക് ഓർമ്മ വരും. മഹാനായ ഇമാം അബൂ ഹനീഫ റഹ്മത്തുള്ളാഹി അലൈഹി 40 വർഷം ഇശായുടെ വുളൂ കൊണ്ട് സുബ്ഹി നിസ്കരിച്ച മഹാനാണെന്ന് പറഞ്ഞു. ആദ്യം അദ്ദേഹത്തിന് അങ്ങനെ പതിവില്ലായിരുന്നു. സാധാരണഗതിയിലെ രാത്രി അവസാന ഭാഗത്ത് എഴുന്നേറ്റുകൊണ്ട് തഹജ്ജുദ് നിസ്കരിക്കുക ഇതായിരുന്നു പോലെ. അങ്ങനെ അദ്ദേഹം ഒരു വഴിയിൽ കൂടെ സഞ്ചരിക്കുമ്പോൾ ഒരു വൃദ്ധയായ സ്ത്രീ ഇമാം അബൂ ഹനീഫയെ പറ്റി പറയുന്നു കേട്ടു. ഇദ്ദേഹം ഇശാഇന്റെ വുളൂ കൊണ്ട് സുബ്ഹി നിസ്കരിക്കുന്ന ആളാണ്. ഇത് കേട്ടത് മുതൽ അദ്ദേഹത്തിന്റെ മനസ്സിൽ തോന്നി, എന്നിലില്ലാത്ത ഒരു കാര്യമാണല്ലോ എന്നെ വാഴ്ത്തുന്നത്, എന്നിലില്ലാത്ത ഒരു കാര്യം കൊണ്ട് വാഴ്ത്തുക എന്നുള്ളത് ശരിയല്ല. ഇത് കേട്ട് അദ്ദേഹം ഒരു ഉറച്ച തീരുമാനമെടുത്തു, ഇനി മുതൽ ഞാൻ ഇശാഇന്റെ വുളൂ കൊണ്ട് സുബ്ഹി നിസ്കരിക്കും. അങ്ങനെ മഹാനായ ഇമാം അബൂ ഹനീഫയുടെ പതിവ് അങ്ങനെയായി. രാത്രി ഉറങ്ങാതെ കണ്ട് ഇബാദത്ത് ചെയ്ത് പകല് മുഴുവൻ ഉറങ്ങിയല്ല. പിന്നീട് പകൽ അദ്ദേഹത്തിന്റെ കച്ചവടമുണ്ട്, മറ്റ് ദർസുകളെല്ലാം ഉണ്ട്. അതെല്ലാം കഴിഞ്ഞതിന്റെ ശേഷം ളുഹർ നിസ്കാരത്തിന് ശേഷം അസർ വരേക്കും ഉറങ്ങുന്ന പതിവായിരുന്നു മഹാനായ അബൂ ഹനീഫ റഹ്മത്തുള്ളാഹി അലൈഹി ഉണ്ടായിരുന്നത്. ഈ അവസരത്തിൽ അദ്ദേഹം നേരത്തെ പറഞ്ഞ രാത്രി മുഴുവനും ഉറങ്ങാതെ ഇബാദത്ത് ചെയ്ത ആള് ളുഹർ നിസ്കാരത്തിന് വേണ്ടി ഉറങ്ങാൻ വേണ്ടി വിരിപ്പിൽ കിടന്നപ്പോഴാണ് ഒരാൾ വാതിൽക്കൽ വന്നു മുട്ടുക. ഇത്രത്തോളം വിഷമമുണ്ടായിരിക്കും. രാത്രി മുഴുവനും ഉറങ്ങാത്ത ഒരാള് അല്പം ഉറങ്ങാനും വിശ്രമിക്കുവാനും വേണ്ടി വിരിപ്പിൽ കിടന്നപ്പോഴാണ് ഒരാൾ വന്ന് വാതിൽക്കൽ മുട്ടുക. അങ്ങനെ വാതിൽ എന്ന് തുറന്നപ്പോൾ ഒരാൾ അവിടെ നിൽക്കുന്നുണ്ട്. അപ്പൊ എന്തിന് വന്നു എന്ന് ചോദിച്ചപ്പോ ഞാനൊരു മസ്അല ചോദിക്കാൻ വേണ്ടി വന്നതാണ്. എന്താണ് മസ്അല? അപ്പൊ ആൾ പറഞ്ഞു, ഞാനത് മറന്നുപോയി, എന്ത് ചെയ്യാൻ? അപ്പോൾ മഹാനവറുകളൊന്നും പറഞ്ഞില്ല. അദ്ദേഹത്തെ വിരട്ടുകയോ മറ്റ് ചീത്ത പറയുകയോ ഒന്നും ചെയ്യാതെ കണ്ട്, എന്നാൽ ഓർമ്മ ഉണ്ടാവുമ്പോൾ ചോദിക്കൂ എന്ന് പറഞ്ഞ് അദ്ദേഹം വീണ്ടും ഉറങ്ങാൻ വേണ്ടി വന്നു. കിടന്നപ്പോഴേക്ക് വീണ്ടും വാദിക്കൽ. അപ്പൊ വീണ്ടും ചെന്ന് തുറന്നപ്പോൾ നേരത്തെ പറഞ്ഞ ആൾ വരും. അപ്പൊ അദ്ദേഹത്തോട് എന്താണ്? അപ്പൊ എനിക്ക് ആ മസ്അല ഓർമ്മ വന്നു, എന്നാ ചോദിക്കൂ. അപ്പൊ അദ്ദേഹം പറഞ്ഞു, അതെനിക്ക് ഓർമ്മ ഉണ്ടായിരുന്നു, ഞാനിവിടെ എത്തിയപ്പോഴേക്ക് മറന്നു. വീണ്ടും ഇമാം അബൂ ഹനീഫ റഹ്മത്തുള്ളാഹി അലൈഹി വിരിപ്പ് പോയി കിടന്നു. അപ്പോഴേക്ക് വീണ്ടും അടിച്ചു വാതിൽ. വാതിലിനടിച്ചപ്പോ ഇമാം അബൂ ഹനീഫ എഴുന്നേറ്റ് വന്നു. ഇപ്പോഴെല്ലാം ക്ഷമ എത്ര വേണമെന്ന് നാം ആലോചിക്കും. നമ്മെപ്പോലുള്ള ആരെങ്കിലും ആളുകളാവുകയാണെങ്കിൽ എന്ത് സംഭവിക്കും അവിടെ എന്നെല്ലാം ഓർക്കും. പക്ഷേ ഇമാം അബൂ ഹനീഫ വളരെ സഹനശീലത്തോടുകൂടി അതെല്ലാം ക്ഷമിച്ചു വന്ന്. അത് പറഞ്ഞ് എനിക്ക് ആ മസ്അല ഓർമ്മ. എന്നാൽ എന്താണ് ചോദിക്കുക? മനുഷ്യന്റെ മരം മധുരമാണോ കയ്പാണോ? ഇതാണ് മസ്അല. മനുഷ്യന്റെ മരത്തിന്റെ രുചി എന്ത്? അത് മധുരമാണോ കയ്പാണോ എന്നാണ് ചോദ്യം. മഹാനവറുകൾ അതിന് ഒന്നും പറഞ്ഞില്ല. അദ്ദേഹം ശരിയായ മറുപടി, അദ്ദേഹത്തിന് അറിയുന്ന മറുപടി പറഞ്ഞു. ഉണങ്ങാത്തതാണെങ്കിൽ അല്പം മധുരം ഉണ്ടാകും, ഉണങ്ങിയതാകുകയാണെങ്കിൽ മധുരം ഉണ്ടാകുന്നില്ല. നിങ്ങളെ രുചിച്ചു ചോദിച്ചിരിക്കുന്നതാണ്. അപ്പൊ മതി പറഞ്ഞു, എല്ലാം രുചിച്ചിട്ടറിയുന്നതല്ല. സാധാരണഗതിയിൽ മരത്തിൽ ഉണങ്ങാത്ത മല ആണെങ്കിൽ ഈച്ച ഇരിക്കുന്നു, ഉണങ്ങിയതാണെങ്കിൽ ഈച്ച ഇരിക്കുന്നില്ല. അപ്പൊ അതുകൊണ്ട് മനസ്സിലാകുന്നു ഉണങ്ങാത്ത മരം അല്പം മധുരമുണ്ട്, അതുകൊണ്ടാണ് ഈച്ചിരിക്കുന്നത് എന്ന് ഞാൻ മനസ്സിലാക്കിയത്. അപ്പോൾ ഇദ്ദേഹം പറഞ്ഞു, ഇപ്പോൾ ഞാൻ തോറ്റു. എന്താ തോൽക്കാനുള്ള കാരണം? ഞാനും എന്റെ ഒരു സ്നേഹിതനുമായി തർക്കിച്ചു.
തർക്കിച്ചപ്പോൾ ലോകത്തിൽ വെച്ച് ഏറ്റവും ക്ഷമാശീലനായ പണ്ഡിതൻ ഇന്ന് ആരാണ് എന്നതിലാണ് തർക്കം. അപ്പോൾ ഒരാൾ പറഞ്ഞു, എന്റെ സ്നേഹിതൻ പറഞ്ഞു, സുഫിയാനു തൗരി, മഹാനായ സുഫിയാനു തൗരി റഹ്മത്തുള്ളാഹി അലൈഹി, അവരാണ് ഏറ്റവും ക്ഷമയുള്ള പണ്ഡിതൻ. ഞാൻ പറഞ്ഞു സുഫിയാനു തൗരിയാണ് ഏറ്റവും ക്ഷമയുള്ള പണ്ഡിതൻ. എന്റെ സ്നേഹിതൻ പറഞ്ഞു, അല്ല, ഇമാം അബൂ ഹനീഫയാണ്, അദ്ദേഹം ഒരിക്കലും കോപിക്കാറില്ല, ഏറ്റവും സഹനശീലൻ. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും പറഞ്ഞൊത്തുകൊണ്ട് താങ്കളെ പരിശോധിക്കാൻ വേണ്ടി വന്നത്. കാരണം താങ്കൾ രാത്രി മുഴുവനും ഉറങ്ങാതെ ഏറ്റവും വിഷമമുള്ള അവസരത്തിൽ താങ്കളെ വന്ന് വാദിക്കൽ മുക്കിയാൽ താങ്കൾ ദേഷ്യപ്പെടുമോ എന്നറിയുവാൻ വേണ്ടി ഞാൻ താങ്കൾ ഒരുപാട് ദ്രോഹിച്ചു, ക്ഷമിക്കണമെന്ന് പറഞ്ഞു. ഇതേപോലെയുള്ള സഹനശീലം പണ്ഡിതന്മാർ വേണ്ടതാണ്. അതേപോലെ പല കാര്യങ്ങളും നമുക്ക് വേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു ഭാഗത്തിലേക്ക് ഞാൻ കടക്കുന്നില്ല. ഈ ഉസ്താദുമാരെല്ലാം സംസാരിക്കാനുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നാഫിയായ ഇൽമ് നമുക്ക് പ്രദാനം ചെയ്തു തരുമാറാവട്ടെ. ഉഖറവിയായ ആലിമുകളുടെയും മുതാലിമുകളുടെയും കൂട്ടത്തിൽ അല്ലാഹു നമ്മെ പെടുത്തരുമാറാവട്ടെ. ദീനിനെ ഖിദ്മത്ത് ചെയ്യുവാനുള്ള സന്മനസ്സും തൗഫീഖും അല്ലാഹു തആല പ്രദാനം ചെയ്തു തരുമാറാവട്ടെ. നമ്മുടെ മഹാന്മാരായ മശായിഖുമാരോടൊപ്പം നാളെ സ്വർഗ്ഗത്തിൽ അല്ലാഹു നമ്മെ ഒരുമിച്ച് കൂട്ടിത്തരുമാറാവട്ടെ. അടുത്തതായി റാങ്ക് ജേതാക്കൾക്കുള്ള മുസ്ലിയാർ കേസ് അവാർഡ് വിതരണമാണ്. നമ്മുടെ എല്ലാവരും പ്രതീക്ഷിക്കുന്ന ബഹുമാനപ്പെട്ട നമ്മുടെ ഉജ്ജ്വല വാഗ്മി സമദ് പൂക്കോട്ടൂർ നിങ്ങളെ അഭിമുഖീകരിക്കാനിരിക്കുകയാണ്. നിങ്ങൾ ധാരാളം ചെറുപ്പക്കാരുടെ മനസ്സിൽ, മുസ്ലിം സമൂഹത്തിന്റെ മനസ്സിൽ വിജ്ഞാന വിപ്ലവം സൃഷ്ടിച്ച ബഹുമാനപ്പെട്ട സമദ് പൂക്കോട്ടൂരാണ് നമ്മളെ ഇനി അഭിമുഖീകരിക്കുന്നത്. അതിനു മുമ്പായി ഒരല്പം സമയം ഒരു അവാർഡ് വിതരണമുണ്ട്. അതായത് ജാമിയ ദാറുസ്സലാം അൽ ഇസ്ലാമിയ വാർഷിക പരീക്ഷയിലെ റാങ്ക് നേതാക്കൾക്ക് സമ്മാനം കൊടുക്കേണ്ടതുണ്ട്. ആ സമ്മാനദാനമാണ് നടക്കുന്നത്. സമ്മാനം വാങ്ങിച്ചവരും അതവരുടെ നമ്മളൊരു ത്യാഗം ചെയ്യാണ്. കാരണം നേരത്തെ നിങ്ങളെ ഇവിടെ ഇരുത്തിയിട്ട് ചിലപ്പോൾ കുറെ കൂടുതൽ സമയം ഇരിക്കുമ്പോൾ നമുക്കൊക്കെ ഒരു പ്രയാസം ഉണ്ടാവും. എന്നാൽ ദീനിന് വേണ്ടി സഹിക്കുക, സഹനത്തെ പറ്റിയാണ്, ക്ഷമയെ പറ്റിയാണ് ബഹുമാനപ്പെട്ട ഉസ്താദ് അത് പ്രാവർത്തികമാക്കുക. ബഹുമാനപ്പെട്ട സമദ് പൂക്കോട്ടൂരിന്റെ പ്രസംഗത്തിന് ശേഷം മഹാനായ മന്ദീർ മുസ്ലിയാരും ശംസുൽ ഉലമയും ഈ സമ്മേളനം 12 സമ്മേളനം കഴിഞ്ഞു. ഇത് 13ാമത്തെ സമ്മേളനമാണ്. എല്ലാ സമ്മേളനത്തിന്റെയും അവസാനം, ഈ ദാറുസ്സലാമിന്റെ സമ്മേളനത്തിന്റെ അവസാനം ഒരു പ്രത്യേകതയുണ്ട്. അത് ഈ ദാറുസ്സലാമിന് വേണ്ടി ത്യാഗം ചെയ്ത, ഈ ദാറുസ്സലാമിന് വേണ്ടി സംഭാവനകൾ അർപ്പിച്ച, ദാറുസ്സലാമിന് വേണ്ടി സേവനം ചെയ്ത് ഈ ലോകത്തിൽ നിന്ന് വേർപിരിഞ്ഞ അവർക്ക് വേണ്ടിയും നമ്മുടെ മാതാപിതാക്കൾ അഹ്ലിയാനിൽ മരിച്ചുപോയവർക്കൊക്കെ വേണ്ടി ഒരു യാസീൻ ഓതിയിട്ടുള്ള ദുആ, അതും നമുക്ക് നിർത്തിവെക്കാൻ പറ്റില്ല. അത് നമ്മുടെ ഈ 12 സമ്മേളനത്തിലും നടന്നതാണ്. ബഹുമാനപ്പെട്ട ഉസ്താദുമാർ പലരും ഇവിടെ ദുആ ചെയ്യാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. നമ്മുടെ സ്ഥാപനങ്ങൾക്ക്, നമ്മുടെ പദ്ധതികൾക്കൊക്കെ വലിയ കനപ്പെട്ട സംഭാവന നൽകിയവരുണ്ട്. അവർക്കൊക്കെ ഇതിനുവേണ്ടി പണിയെടുത്ത നമ്മുടെ വളണ്ടിയേഴ്സ് ഉണ്ട്. അതേപോലെ നമുക്ക് ഒരുപാട് സഹായ സഹകരണങ്ങൾ ചെയ്തവരുണ്ട്. നമ്മുടെ SKSSFന്റെ വിദ്യാർത്ഥികളുണ്ട്. അതേപോലെ തന്നെ അവരുടെ വളണ്ടിയർ വിങ്ങുണ്ട്, വിക്കായ വിങ്. എല്ലാവരും നമുക്ക് വേണ്ടി വലിയ സേവനം ചെയ്തവരാണ്. അവരുടെ എല്ലാം നന്മയ്ക്ക് വേണ്ടി ഇവിടെ പ്രാർത്ഥന നടക്കുന്നതാണ്. അപ്പോൾ ബഹുമാനപ്പെട്ട അബ്ദുൽ ഉസ്താദ് പറഞ്ഞിട്ടുണ്ട്, ഇതിന്റെ മുമ്പായി ഉസ്താദന്മാർ ഒരു ബർക്കത്തിന് വേണ്ടി കുറേശ്ശെ ഒരല്പം 2 വാക്ക് സംസാരിക്കണം. അതിന് ബഹുമാനപ്പെട്ട നമ്മുടെ സമദ് പൂക്കോട്ടൂരിനെ ക്ഷണിക്കുന്നതിന്റെ മുമ്പ് നമ്മുടെ ഉസ്താദുമാരെ ക്ഷണിക്കണം എന്ന നിർദ്ദേശപ്രകാരം അത് വേണ്ടതുമാണ്. ബഹുമാനപ്പെട്ട വൈസ് പ്രിൻസിപ്പാൾ EK ഉസ്താദ് തുടങ്ങിയ ഉസ്താദുമാർ ഇവിടെയുണ്ട്. ആദ്യമായി ബഹുമാനപ്പെട്ട EK ഉസ്താദ് അവർകളെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. കേരള ഇസ്ലാമിക് ക്ലാസ് റൂമിലൂടെ ദാറുസ്സലാം റൂബി സമ്മേളനത്തിന്റെ ദൃശ്യങ്ങൾ പ്രാസ്ഥാനിക ബന്ധുക്കൾക്ക് എത്തിച്ചുകൊടുത്ത കേരള ഇസ്ലാമിക് ക്ലാസ് റൂമിനും അതിന്റെ കാർമ്മികത്വം വഹിച്ച വന്യരായ നൂറുബീൻ തങ്ങൾക്കും ലഭ്യമായ നന്ദി അറിയിക്കുന്നു.
السلام عليكم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. സമ്മേളനം അവസാനിക്കാൻ ബഹുമാനപ്പെട്ട സമ്മതവക്കൂട്ടത് പ്രസംഗിക്കാനുമുണ്ട്. അതുകൊണ്ട് കൂടുതലായി ഒന്നും സംസാരിക്കുന്നില്ല. ബഹുമാനപ്പെട്ട സനത് വാങ്ങി പോകുന്ന ആലിമീങ്ങളോട് പറയാനുള്ളത്, ബഹുമാനപ്പെട്ട പ്രിൻസിപ്പാൾ പറയുണ്ടായി, സനദിലുള്ള ഉപദേശങ്ങൾ രണ്ടാണെന്ന്. ഒന്ന് തഖ്വ, അത് രണ്ടാമത്തത് സുന്നത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് നാം ശരിക്കും മുറുകെ പിടിക്കുക എന്ന്. ഈ അവസരത്തിൽ നാം ഇവിടെ നിന്നങ്ങോട്ട് പോയാൽ ഓരോരുത്തരും ഓരോ പള്ളിയെ ഇമാമായിട്ടോ അല്ലെങ്കിൽ മദ്രസയുടെ ഉസ്താദുമാരായിട്ടോ അല്ലെങ്കിൽ മദ്രസായിട്ടോ കുറേ മദ്രസമാരുണ്ട്. കുറേ മദ്രസമാർ ഇപ്പോൾ തന്നെ ദർശ നടത്തിക്കൊണ്ടിരിക്കുന്ന പല ആൾക്കാരുമുണ്ട്. ഈ നിലയ്ക്ക് വരുമ്പോൾ കാര്യമായി നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു കാര്യം ജമാഅത്തിന്റെ കാര്യമാണ്. ബഹുമാനപ്പെട്ട അബ്ദുറഹ്മാൻ ഫദ്ഫരി, അതായത് കുട്ടി മുസ്ലിയാർ എന്ന് പറഞ്ഞ ആള് വാഖിയാത്തിന് സമയത്ത് എന്നോട് ഉപദേശം ജമാഅത്തിന്റെ കാര്യം പ്രത്യേകമായി ശ്രദ്ധിക്കുക, എന്നാൽ ദർസിന്റെ കാര്യങ്ങളെല്ലാം ഉഷാറാകുമെന്ന്. കുട്ടിയടിയർ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയപ്പെടുന്ന വാഖിയാത്തിലെ അറിയപ്പെട്ട ഉസ്താദായിരുന്നു അബ്ദുറഹ്മാൻ ഫദ്ഫരി എന്നുള്ള പേരിൽ അറിയപ്പെടുന്ന. നമ്മുടെ ജമാഅത്തിന്റെ കാര്യങ്ങൾ ഇവിടെ വളരെയധികം ശ്രദ്ധയോടുകൂടെ ജമാഅത്തിന് നിങ്ങളുടെ കാലത്ത് നിസ്കരിക്കലുണ്ടെങ്കിലും ഇപ്പോൾ തന്നെ സമ്മേളനം തുടങ്ങിയതിന് ശേഷം ജമാഅത്തിന്റെ കാര്യം വളരെ പിന്നിലാണ്. നമ്മുടെ കൂട്ടത്തിൽപ്പെട്ട പല ആൾക്കാരും നിസ്കാരത്തിൽ തന്നെ ഉണ്ടാകും. ശാസ്കരിക്കാത്ത മഗ്‌രിബ് നിസ്കരിച്ചിട്ടുണ്ടാവുന്നവരെ ശാസ്കരിക്കാത്തവര് ഇനി പോയിട്ട് നിസ്കരിക്കാതെ പോയി കിടക്കരുത്. കഴിയുന്നത്ര ജമാഅത്തായിട്ട് തന്നെ എല്ലാവരും നമസ്കരിക്കണം. ഈ ജമാഅത്തായി നിസ്കരിക്കുന്ന സമയത്ത് സുന്നത്തിന്റെ കാര്യം പറയുമ്പോൾ നാം സഫവലിനെല്ലാം വളരെ പിന്മാറായിട്ടാണ് നാം നീങ്ങുന്നത്. ആ സഫവലിലേക്കും അതേപോലെ തന്നെ അതിന്റെ മറ്റുള്ളരിക്കുന്ന കാര്യങ്ങളെല്ലാം പൂർത്തിയാക്കിക്കൊണ്ട് പൂർണ്ണമായ നിലയ്ക്ക് ആ സുന്നത്തുകൾ നിങ്ങൾ മുറുകെ പിടിക്കണമെന്ന് ഞാൻ നിങ്ങളോട് ഉപദേശിക്കുകയാണ്. അതേപോലെ മറ്റുള്ള എല്ലാ കാര്യങ്ങളും പ്രത്യേകമായി ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് കൂടുതലായി ഞാനൊന്നും സംസാരിക്കുന്നില്ല. എല്ലാം പറയുണ്ടായി. ഒരു ആലിമാണെങ്കിൽ ആ ആലിമ തന്റെ ഇൽമനുസരിച്ച് അമൽ ചെയ്തിട്ടില്ലെങ്കിൽ അവനിക്കതുകൊണ്ട് ഉപകാരമില്ല എന്നാണ്. അസദ്ദുന്നാസി അദാബൻ യൗമുൽ ഖിയാമത്തി ആലിമൻ ലാ യൻതഫി ബിഇൽമിഹി എന്ന്. ജനങ്ങളിൽ വെച്ച് ഏറ്റവും അസദ് അദാബാൽ ഏറ്റവും ശക്തിയായത് യമനാളിൽ വരുന്ന സമയത്ത് ഒരു ആലിമ് അവന്റെ ഇൽമ കൊണ്ട് കമ്മിക്ക് ഉപകാരമെടുക്കുന്നില്ല, അവനാണെന്നാണ്. നാം പഠിച്ച പല ഇൽമുകളുണ്ട്, ക്ലാസ്സിൽ വെച്ച് നിങ്ങൾക്ക് പഠിപ്പിച്ചു തന്ന പല ഇൽമുകളുമുണ്ട്. ആ ഇൽമ നമ്മുടെ കഴിവിന്റെ പരമാവധി നമ്മുടെ പ്രവൃത്തിയിൽ കൊണ്ടുവരണം. ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ അത് നാം ചെയ്യാതെ, അത് നാം അതിലേക്ക് ഇൽത്തിഫാത്ത് ചെയ്യാതെ, ആ ഭാഗം ചിന്തിക്കാതെ, അതിനെപ്പറ്റി ശ്രദ്ധിക്കാതെ നാം നീങ്ങുകയാണെങ്കിൽ ഈ അതാബിൽ നാം പെട്ടുപോകും. ഇമാം നബവി റളിയല്ലാഹു അൻഹു മജ്മുഇന്റെ ശറഹുൽ മുഹദ്ദബിന്റെ മുഖദ്ദിമയിൽ ഈ ഹദീസുകളെല്ലാം എടുത്തു കൊടുത്തിട്ടുണ്ട്. അസദ്ദുന്നാസി അദാബൻ യൗമുൽ ഖിയാമത്തി ആലിമൻ ലാ യൻതഫി ബിഇൽമിഹി എന്ന് തുർമിദി റിവായത്ത് ചെയ്ത ഹദീസ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായിട്ട് ഇമാം നബവി റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്. തന്റെ ഇൽമ കൊണ്ട് അവനിക്ക് ഉപകാരമില്ലെങ്കിൽ അവനാണ് ഏറ്റവും വലിയ അദാബാൽ ശ്രദ്ധ ഏറ്റവും ശക്തിയായവനെന്നാണ്. നാം എന്തെല്ലാം കാര്യങ്ങൾ പഠിച്ചു, ജമാഅത്തിന്റെ കാര്യങ്ങൾ, മറ്റുള്ള കാര്യങ്ങൾ, എല്ലാ കാര്യങ്ങളും, അതൊന്നും നാം ശരിക്കും നമ്മുടെ ഉപകാരം കിട്ടാത്ത രൂപത്തിലാണ് നീങ്ങുന്നതെങ്കിൽ അതുകൊണ്ട് നമുക്ക് ഉപകാരം ഉണ്ടാവുകയില്ല. അതുകൊണ്ട് എന്റെ മുത്താലിമീങ്ങളാകുന്ന നിങ്ങളോട് എനിക്ക് ഉപദേശിക്കാനുള്ളത്, ജമാഅത്തിന്റെ കാര്യങ്ങൾ പ്രത്യേകമായി ശ്രദ്ധിക്കണം. അസഫബലിന്റെ കാര്യവും അതേപോലെ മറ്റുള്ള കാര്യങ്ങളും പ്രത്യേകമായി ഉപദേശിക്കണം. പിന്നെ ഞങ്ങൾക്ക് വേണ്ടിയെല്ലാം പ്രാർത്ഥിക്കണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ നടത്തുന്നു. അസ്സലാമു അലൈക്കും. ബഹുമാനപ്പെട്ട അബ്ദുൽ ജലീൽ ഉസ്താദ് നിങ്ങളെ അഭിമുഖീകരിക്കുന്ന ആദരം ക്ഷണിക്കുന്നു. السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، الصلاة والسلام على رسول الله وعلى آله الفائزين بالله من بعد. ഏറ്റവും സ്നേഹം നിറഞ്ഞ ജാമിയ ദാറുസ്സലാം അറബിക് കോളേജ് പ്രിൻസിപ്പൽ
ഉസ്താദ് അവർകളെ, നമ്മുടെ ജാമിയ ദാറുസ്സലാമിന്റെ കാര്യദർശി ബഹുമാനപ്പെട്ട AV അബ്ദുൽ നാസിർ അവർകളെ, ഈ ജാമിയ ദാറുസ്സലാമിന്റെ വൈസ് പ്രിൻസിപ്പാൾ EK അബൂബക്കർ മുസ്ലിയാർ, IT അബൂബക്കർ മുസ്ലിയാർ, അപ്പോൾ ഐക്യൻ, മറ്റ് ഈ യോഗ സ്റ്റേജിൽ ഉപവിഷ്ടരായ പണ്ഡിതന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വിദ്യാർത്ഥികൾ, ഇവിടെ സമ്മേളിച്ച നമ്മോട് സനത് വാങ്ങിയതായ ബഹുമാനപ്പെട്ട ദാരിമികളും ഹൈത്തമികളുമായ പണ്ഡിതന്മാരെ, ഇവിടെ കൂടിയതായ മൂമിനുകളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ പ്രവർത്തനം, ഈ ഒരുമിച്ച് കൂടൽ ഒരു സാലിഹ അമലായി തീർക്കുമാറാവട്ടെ. ദീനിന് ഖിദ്മത്ത് ചെയ്യാനുള്ള തൗഫീഖും സൗഭാഗ്യവും സന്മനസ്സും അല്ലാഹു നമുക്ക് ഏവർക്കും പ്രദാനം ചെയ്യുമാറാവട്ടെ. ഞാൻ നീട്ടി സംസാരിക്കുന്നില്ല. ബഹുമാനപ്പെട്ട സമദ് പൂക്കോട്ടൂരിന്റെ പ്രസംഗം പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്നവരാണ് നാം എല്ലാവരും. അപ്പൊ ഈ സമയത്ത് എന്തെങ്കിലും പറഞ്ഞു നീട്ടുന്നത് അസ്ഥാനത്താണെന്ന് എനിക്കറിയാം. ബഹുമാനപ്പെട്ട നമ്മുടെ സനദിൽ ഉള്ളതായ കാര്യം ബഹുമാനപ്പെട്ട ഉസ്താദ്, പ്രിൻസിപ്പാൾ ഉസ്താദും EK ഉസ്താദും നിങ്ങളെ കേൾപ്പിച്ചു. തഖ്വ കൊണ്ട് നമ്മൾ വസിയ്യത്ത് ചെയ്യുന്നു എന്ന്. തഖ്വയാണ് നമുക്കുള്ളത്. ആ തഖ്വ ഉണ്ടായാൽ നമുക്ക് എപ്പോഴും എവിടെയും രക്ഷപ്പെടാൻ സാധിക്കും. അതാണ് നമ്മുടെ എല്ലാ പരാജയത്തിന്റെയും കാരണം. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറയുന്നു, മൻ യത്തഖില്ലാഹ യജ്അൽ ലഹു മഖ്റജൻ വയർസുഖുഹു മിൻ ഹൈസു ലാ യഹ്തസിബ് വമൻ യതവക്കൽ അലല്ലാഹി ഫഹുവ ഹസ്ബുഹു ഇന്നല്ലാഹ ബാലിഗു അംരിഹി ഖദ് ജഅലല്ലാഹു ലികുല്ലി ഷൈഇൻ ഖദറ. അല്ലാഹുവിലേക്ക് തഖ്വ ചെയ്താൽ, തഖ്വയുടെ ബഹുമാനപ്പെട്ട ചെറുശ്ശേരി ഉസ്താദ് അവർ പറയുണ്ടായി, ഈ നീണ്ട കാലങ്ങൾ 5-8 വർഷങ്ങൾ മുസ്ലിയാർമാരായി ജീവിച്ചിട്ട് ഈ തുച്ഛമായ ശമ്പളം കൊണ്ടിട്ട് എന്താണ് സാധിക്കുക എന്ന് ചിലർ ചോദിക്കുന്നുണ്ടാവും. അതിനുള്ള മറുപടിയും ബഹുമാനപ്പെട്ടവർ പറയുകയുണ്ടായി. അത് വേണ്ടതുപോലെയുള്ള നിലക്കുള്ള തഖ്വയിലായാൽ ഒരു പ്രയാസങ്ങളും നമുക്ക് ഉണ്ടാവുന്നതല്ല എന്ന് ബഹുമാനപ്പെട്ടവർ തന്നെ മറുപടിയുണ്ടായി. അപ്പൊ യഥാർത്ഥത്തിലുള്ള തഖ്വ, ആ തഖ്വ അനുസരിച്ച് ജീവിച്ചാൽ ഒരു പ്രയാസവും ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവുകയില്ല. മൻ യത്തഖില്ലാഹ യജ്അൽ ലഹു മഖ്റജൻ, ഒരു തുറവടിപ്പാട് അല്ലാഹു എനിക്ക് നൽകും. അപ്പൊ തഖ്വ എന്നുള്ളത് അതാണ്. തഖ്വ എന്നുള്ള രഹസ്യത്തിലും ഇവിടെ പറയുണ്ടാകുന്ന സർട്ടിഫിക്കറ്റുള്ളത് രഹസ്യത്തിലും പരസ്യത്തിലും. അപ്പൊ ആളുകൾ കാണുന്ന സമയത്ത് അല്ല, ആൾ കാണാത്തില്ലാത്ത രഹസ്യമായ സമയത്തിലും അല്ലാഹുവിനെ പേടിയുണ്ടായിരിക്കണം. ആ നിലക്കുള്ള ജീവിതമാവണം നമ്മുടെ ജീവിതം. നമ്മുടെ ജീവിതം കണ്ടുകൊണ്ടാണ് മറ്റുള്ളവരെല്ലാം പഠിക്കുന്നത്. നമ്മളെ പകർത്തിയാണ് നമ്മുടെ ജീവിതം എങ്ങനെയാണ് അത് നോക്കി നടക്കുന്നവരാണ്. ഭാവി തലമുറകളാണ് ഈ ദാരിമികൾ. ഇവിടെ നിന്ന് സനദ് വാങ്ങിയതായിരിക്കും ഈ ബഹുമാനപ്പെട്ട ദാരിമികൾ. നിങ്ങളുടെ പ്രവർത്തനങ്ങൾ അത് നല്ല നിലയിലാകുമ്പോൾ അത് എല്ലാ ആളുകൾക്കും, ഉസ്താദുമാർക്കും, നാട്ടുകാർക്കും, മുഴുവൻ ജനങ്ങൾക്കും അത് വളരെ ഫലപ്രദമായിരിക്കും. നേരെ മറിച്ച് തഖ്വയില്ലാത്തൊരു ജീവിതമാണെങ്കിൽ അതെല്ലാവർക്കും നയാണായിരിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല യഥാർത്ഥ മുത്തഖീങ്ങളായി ജീവിക്കാൻ, അറിവനുസരിച്ച് പ്രവർത്തിക്കാനുള്ള തൗഫീഖ് അല്ലാഹു നമുക്ക് പ്രദാനം ചെയ്യട്ടെ. അറിവ്, അല്ലാഹുവിന്റെ വിജ്ഞാനം പഠിക്കുകയും, മൻ അലിമ വ അമില വ അല്ലമ, ഒരാൾ അറിയുകയും അതനുസരിച്ച് പ്രവർത്തിക്കുകയും അത് മറ്റുള്ള ആളുകൾക്ക് പാർക്കുകയും ചെയ്ത് പഠിപ്പിക്കുകയും ചെയ്താൽ അല്ലമല്ലാഹു ഇൽമമാലം ഞാനും, അറിയാത്ത പല കാര്യങ്ങൾ അല്ലാഹു എനിക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നതാണ്. അപ്പൊ നമ്മുടെ അറിവുകൾ പുരോഗമിക്കാനുള്ള മാർഗമാണ് ആദ്യമായി നമ്മൾ പ്രവർത്തിക്കുക.
അത് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുക. അപ്പൊ ആദ്യം നമ്മുടെ പ്രവർത്തനം നന്നാവണം. പരിശുദ്ധ അല്ലാഹു പറയുക, ജനങ്ങളോട് നിങ്ങൾ നല്ലത് ഉപദേശിക്കുക, നിങ്ങളെ കാര്യം നിങ്ങൾ നന്നാക്കാതെ കണ്ട്. അപ്പൊ ജനങ്ങളോട് എല്ലാ നല്ല കാര്യങ്ങൾ ഉപദേശിക്കുക, നമ്മുടെ സ്വയം നന്നാകാതെ കണ്ടുള്ള പ്രവർത്തനം അത് അഭികാമ്യമല്ല എന്നാ പരിശുദ്ധങ്ങൾ പറയുന്നത്. നമ്മൾ ആദ്യമായിട്ട് നന്നാവുകയും മറ്റുള്ളവരെ നന്നാക്കി തീർക്കുകയും ചെയ്യുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ദീനിയ കാര്യങ്ങൾ പഠിക്കാനും അത് പ്രവർത്തിക്കാനും അത് ജനങ്ങൾക്ക് പകർത്തി കൊടുക്കാനുമുള്ള ഒരു തൗഫീഖ് അല്ലാഹു നമുക്ക് ഏവർക്കും പ്രദാനം ചെയ്യുമാറാവട്ടെ എന്ന് മാത്രം സംസാരിച്ചുകൊണ്ട് വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.